സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പെൻഷൻ, അവിവാഹിതരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ധനസഹായം. അപ്പോൾ ആ രീതിയിലുള്ള പെൻഷൻ തുക വാങ്ങുന്നവർ നിലവിൽ പെൻഷനിൽ വലിയ മാറ്റത്തിനു തന്നെയാണ് മെയ് മാസം മുതൽ തുടക്കം കുറിക്കുന്നത്. ഏപ്രിൽ മാസം പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയാണ് സർക്കാർ മുൻകൂറായിട്ട് നൽകിയത്. ഈസ്റ്റർ, വിഷു പ്രമാണിച്ചാണ് സർക്കാർ അത് മുൻകൂറായിട്ട് അനുവദിച്ചത്. ഈ പെൻഷൻ വാങ്ങുന്നവർക്ക് വേണ്ടിയുള്ള മാറ്റങ്ങൾ 2026 മെയ് മാസം മുതൽ പെൻഷനിൽ വർധനവുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതായത് നിലവിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന 2000 രൂപ പ്രതിമാസം പെൻഷൻ തുകയിൽ വർധനവ് ഏർപ്പെടുത്തി. അതായത് 3000 രൂപയിലേക്കാണ് പെൻഷൻ തുക വരുന്നത്. ഇനി അങ്ങനെ വരുമ്പോൾ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത് പ്രതിമാസം 3000 രൂപയുടെ ധനസഹായമായിരിക്കും. വരുന്ന 5 വർഷക്കാലത്തേക്ക് 3000 എന്ന് പറയുന്ന നിരക്കിൽ തന്നെ ആയിരിക്കും പെൻഷൻ വിതരണം നടത്തുക. ഇനി അതുമാത്രമല്ല, മെയ് മാസത്തിന് ശേഷം പിന്നീട് നമുക്ക് എല്ലാ വർഷങ്ങളിലും സർക്കാർ നടത്തുന്നത് പോലെ തന്നെ വാർഷിക മസ്റ്ററിംഗ്, മറ്റ് രേഖാ സമർപ്പണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണും. 63 ലക്ഷം വരുന്ന ആളുകൾക്കാണ് നിലവിൽ സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിൽ തന്നെ അനർഹരായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരും കണ്ടേക്കാം. അതുകൊണ്ടൊക്കെ തന്നെ കൃത്യമായിട്ട് പരിശോധനകളിലൂടെ സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്യും. വാർഷിക മസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം, 1 ലക്ഷത്തിന് താഴെ കുടുംബ വാർഷിക വരുമാനം ഒക്കെ ഉള്ളവർക്കാണ് പെൻഷൻ തുക ലഭിക്കുന്നത്. നിലവിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെല്ലാം പെൻഷൻ തുകയിൽ വർധനവ് ഏർപ്പെടുത്തുന്നത് പോലെ നിലവിലെ ഏറ്റവും വലിയ സഹായമായിട്ട് ഈ ആനുകൂല്യം മാറുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ടത്, കാലാകാലങ്ങളിൽ സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ ഒരു മുടക്കവും കൂടാതെ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതോടൊപ്പം തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, വിധവകളായിട്ടുള്ളവര്, ഭിന്നശേഷി നേരിടുന്നവര്, അവർക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പെൻഷൻ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അക്ഷയ വഴി അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. നമ്മുടെ മുൻഗണന തെളിയിക്കുന്നതിനായിട്ടുള്ള എല്ലാ രേഖകളും ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം വേണ്ടവർ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാൻ വരെ സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ, മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് പകർപ്പ്, ആധാർ, ബാങ്ക് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ ഐഡന്റിറ്റി പ്രൂഫുകൾ, ഇങ്ങനെയുള്ള പല ഡോക്യുമെന്റുകളും ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.